ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഓക്കെ, നമുക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രൈസെപ്സിൻ്റെ വർക്കൗട്ടുകളാണ്. നല്ല എഫക്റ്റീവായിട്ടുള്ള വർക്കൗട്ടുകളാണ്. നിങ്ങളുടെ കയ്യിൽ 2 ഡംബൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, ഡംബൽ ലൈയിങ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നൊരു വർക്കൗട്ടാണ്. അപ്പോൾ നിങ്ങൾ ഇതേ കണക്ക് ഡംബൽ ക്ലോസ് ആയിട്ട് പിടിച്ചതിന് ശേഷം നിങ്ങളുടെ കാലിലെ മുട്ടുകളൊക്കെ ഇതേ കണക്ക് ഒന്ന് അല്പം ബെൻഡ് ചെയ്ത് ഇതേ കണക്ക് ഫ്ലോറിൽ കിടന്നിട്ട് വളരെ സാവധാനത്തിൽ നിങ്ങൾ ഡംബൽ താഴോട്ട് കൊണ്ടുപോകുക. കൺട്രോൾ ചെയ്ത് വളരെ സാവധാനത്തിൽ വേണം കൊണ്ടുപോകാനായിട്ട്. ഓക്കെ, അതിനുശേഷം അപ്പ് കണ്ടല്ലോ, വളരെ സാവധാനത്തിൽ ഇതേ കണക്ക് കൊണ്ടുവന്നിട്ട് മാക്സിമം മുകളിലോട്ട് സ്ക്വീസ് ചെയ്യുക ട്രൈസെപ്സ്. ഓക്കെ, അപ്പം ഈ വർക്കൗട്ട് എന്ന് പറയുന്നത് നിങ്ങൾ ഇത് ഒരു സൂപ്പർ സെറ്റ് വർക്കൗട്ടായിട്ടാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, ഇത് ഒരു 12 റപ്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെസ്റ്റ് ഇല്ലാതെ നമ്മൾ അടുത്ത വർക്കൗട്ട് 12 റപ്സ് ചെയ്യും. ഓക്കെ, അങ്ങനെ 3 സെറ്റാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അങ്ങനെ 6 വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പം ഈ വർക്കൗട്ടുകൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഫുള്ള് നിങ്ങളുടെ ഒരു ട്രൈസെപ്സിലോട്ട് നിങ്ങളുടെ ആ ഒരു ശ്രദ്ധയെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പം ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് വളരെ സാവധാനത്തിൽ നിങ്ങൾക്ക് താക്കുക. അപ്പ് കണ്ടല്ലോ, അങ്ങനെ 12 റപ്സ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ റെസ്റ്റ് എടുക്കുന്നില്ല. നിങ്ങൾ ഉടൻ തന്നെ നമ്മുടെ അടുത്ത വർക്കൗട്ടായിട്ടുള്ള പിരമിഡ് പുഷപ്സ്, ട്രൈസെപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. ഓക്കെ, പിരമിഡ് പുഷപ്സ് കൈകൾ ഇതേ കണക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങൾ പുഷപ്പിൻ്റെ പൊസിഷനിലോട്ട് വരിക. അതിനുശേഷം വളരെ സാവധാനത്തിൽ താപ്പോട്ട്, വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ആൻഡ് ഔട്ട്, ബ്രീത്ത് ഔട്ട്. നിങ്ങളുടെ നിങ്ങളുടെ ഒരു കോൺസെൻട്രേഷൻ നിങ്ങളുടെ ട്രൈസെപ്സിലോട്ട് പോട്ടെ. നല്ല രീതിയിൽ അപ്പ് ചെയ്യുന്ന സമയത്ത് ട്രൈസെപ്സ് സ്ക്വീസ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 12 റപ്സാണ്. വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് സ്ക്വീസ്, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഇങ്ങനെയാണ് പിരമിഡ് പുഷപ്സ് ചെയ്യേണ്ടത്. അപ്പം ഇത് നിങ്ങൾ 12 റപ്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഒരു സെറ്റ് കംപ്ലീറ്റ് ആയി. അങ്ങനെ നിങ്ങൾ 3 സെറ്റാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമുക്ക് രണ്ടാമത്തെ വർക്കൗട്ടിലോട്ട് പോകാം. രണ്ടാമത്തെ വർക്കൗട്ട് നിങ്ങൾ ഫ്ലോറിൽ കിടന്നുകൊണ്ടാണ് ചെയ്യുന്നത്. ഡംബൽ എടുക്കുക. അതിനുശേഷം ഫ്ലോറിൽ ഇതേ കണക്ക് നിങ്ങൾ കാൽമുട്ടുകളൊക്കെ ബെൻഡ് ചെയ്തിട്ട് ഈ ഒരു പൊസിഷനിൽ വന്നിട്ട് ഡംബൽ ഇതേ കണക്ക് ഞാൻ ഈ പിടിച്ചിരിക്കുന്ന കണക്ക് ക്ലോസ് ആയിട്ട് ഇതേ കണക്ക് പിടിക്കുക. അതിനുശേഷം വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്ത് ബ്രീത്ത് ഇൻ, അപ്പ്, നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക. ബ്രീത്ത് ഔട്ട്, വളരെ സാവധാനത്തിൽ കൺട്രോൾ ചെയ്തിട്ട് സ്ക്വീസ്, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഫുള്ള് നിങ്ങളുടെ ട്രൈസെപ്സിലോട്ട് നിങ്ങളുടെ കോൺസെൻട്രേഷൻ പോട്ടെ. കൺട്രോൾ, അപ്പ്, സ്ക്വീസ്. നിങ്ങളുടെ ട്രൈസെപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണിത്. ഓക്കെ, ഇത് നിങ്ങൾ ചെയ്യേണ്ടത് 12 റപ്സാണ്. ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ, വളരെ കൺട്രോൾ ചെയ്ത് താപ്പോട്ടിറക്കുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് താഴോട്ടിറക്കുക, വളരെ സാവധാനത്തിൽ. ഓക്കെ, ഈ വർക്കൗട്ട് നിങ്ങൾ 12 റപ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, 12 റപ്സ് നിങ്ങൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ഉടൻ തന്നെ നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ടാണ് പോകേണ്ടുന്നത്. ഓക്കെ, റെസ്റ്റ് എടുക്കാതെ തന്നെ നിങ്ങൾ അടുത്ത വർക്കൗട്ടിലോട്ട് പോകണം. അപ്പം അടുത്ത വർക്കൗട്ട് എന്ന് പറയുന്നത് ഇത് എനിക്കൊരു ചെയർ നിങ്ങൾക്ക് എടുത്ത് വെക്കാം. അതിനുശേഷം നിങ്ങളുടെ കൈകൾ ഇതേ കണക്ക് നിങ്ങൾ ചെയറിൽ ഇതേ കണക്ക് വെച്ചിട്ട് നിങ്ങളുടെ ബോഡി ബാക്കിലോട്ട് കൊണ്ടുപോവുക. കാലിലെ മുട്ടുകൾ ഇങ്ങനെ നിങ്ങൾക്ക് കുത്തിയിട്ട് ഈ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, വളരെ സാവധാനത്തിൽ, കണ്ടില്ലേ, വളരെ സാവധാനത്തിൽ ഇതേ കണക്ക് നിങ്ങളുടെ ഹെഡ്, നിങ്ങളുടെ തല ആ ഒരു ചെയറിൻ്റെ അടിയിലോട്ട് പോകുന്ന രീതിയിൽ, കണ്ടല്ലോ, ഇതേ കണക്ക് വന്ന് ബ്രീത്ത് ഔട്ട്. വളരെ സാവധാനത്തിൽ ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ട്രൈസെപ്സിലോട്ട് ഫോക്കസ് ചെയ്യുക. സ്ക്വീസ് യുവർ ട്രൈസെപ്സ്. ഇതേ കണക്ക് സാവധാനത്തിൽ. ഓക്കെ, ഇത് കണക്ക് അപ്പ് ചെയ്യുക. ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് ഇതേ കണക്ക് താഴോട്ട് വരിക. ബ്രീത്ത് ഇൻ, കൺട്രോൾ, അപ്പ്, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഇത് കണക്കാണ് നിങ്ങൾ ഈ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഓക്കെ, ഇതും നിങ്ങൾ ഉടൻ തന്നെ 12 പ്രാവശ്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത സെറ്റ് ഒരു സെറ്റായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഇതേ കണക്ക് നിങ്ങൾ 3 സെറ്റ് ആവർത്തിക്കുക. ഓക്കെ, മൊത്തം നിങ്ങൾ ചെയ്യേണ്ടത് 3 സെറ്റ്. അപ്പം നമുക്കടുത്തായിട്ട് മൂന്നാമത്തെ നമ്മുടെ വർക്കൗട്ട് കിട്ടും. മൂന്നാമത്തെ സെറ്റ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് ഡംബൽ കിക്ക് ബാക്ക് എന്ന് പറയുന്ന വർക്കൗട്ടാണ്. നിങ്ങൾ ഇത് കണക്ക് ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ചെയ്യുക ബോഡിയെ, ഇത്ര മാത്രം വന്നാൽ മതി. അതിനുശേഷം വളരെ സാവധാനത്തിൽ മുമ്പോട്ട് കൊണ്ടുവന്നിട്ട് ബാക്കിലോട്ട് നമ്മൾ ഞങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് നല്ല സ്പീഡിൽ പോട്ടെ. ഓക്കെ, ഇത് കണക്ക് ഫാസ്റ്റായിട്ട് ചെയ്യുക. ഫ്രണ്ടിലോട്ട് വരുമ്പോൾ വളരെ കൺട്രോൾ ചെയ്ത് ഇത്ര മാത്രം. കണ്ടല്ലോ, ബ്രീത്ത് ഇൻ, അപ്പ് ആൻഡ് ബ്രീത്ത് ഔട്ട്. മസിൽസിന് നല്ല ട്രൈസെപ്സിന് നല്ല രീതിയിൽ സ്ക്വീസ് ചെയ്യുക ബാക്കിലോട്ട്. ഓക്കെ, നിങ്ങളുടെ കൈകൾ നല്ല രീതിയിൽ ബാക്കിലോട്ട് സ്ക്വീസ് ആവട്ടെ. ഹോൾഡ് ആൻഡ് ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഈ രീതിയിൽ നിങ്ങൾ 12 റപ്സാണ് ചെയ്യേണ്ടത്. ഓക്കെ, അതിനുശേഷം നിങ്ങൾ ഉടൻ തന്നെ അടുത്ത വർക്കൗട്ടിലോട്ട് പോകുന്നു. നമ്മുടെ ബാക്ക് ഡിപ്സ് അല്ലെങ്കിൽ ട്രൈസെപ്സ് ഡിപ്സ് എന്നൊക്കെ പറയുന്ന വർക്കൗട്ട്.
ഇത് കണക്ക് ചെയറിൽ നിങ്ങളുടെ കൈ ഇങ്ങനെ കുത്തുക, നിങ്ങളുടെ ഒരു പെൽവിക് ഭാഗം ഇങ്ങനെ ചെയറിനോട് ചേർന്ന് ഇത് കണക്ക്. അതിനുശേഷം കാലുകൾ നീട്ടി വെച്ച് ബ്രീത്ത് ഇൻ ചെയ്തുകൊണ്ട് സാവധാനത്തിൽ താപ്പോട്ട് വരിക. ആൻഡ് അപ്പ്, ബ്രീത്ത് ഔട്ട്. കണ്ടല്ലോ, ഇത് കണക്ക് ബ്രീത്ത് ഇൻ കൺട്രോൾ ചെയ്ത് പതുക്കെ താഴോട്ട്, അപ്പ്, ബ്രീത്ത് ഔട്ട്. ഇതും നിങ്ങളുടെ ട്രൈസെപ്സിന് വളരെ നല്ല ഒരു വർക്കൗട്ടാണ്. അപ്പം ഇതും കൂടെ നിങ്ങൾ 12 റെപ്സ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മൂന്നാമത്തെ ആ ഒരു സെറ്റിൻ്റെ ഫസ്റ്റ് സെറ്റാവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഇത് കണക്ക് 2 സെറ്റും കൂടെ ചെയ്യുക. ഓക്കെ, അങ്ങനെ 3 സെറ്റ്. അപ്പം നിങ്ങൾക്ക് മൊത്തം 6 വർക്കൗട്ടുകളാണ് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ ഇത് സൂപ്പർ സെറ്റായിട്ട് ചെയ്യേണ്ട വർക്കൗട്ടാണ്. 12 റെപ്സ് 12 റെപ്സ് വെച്ചിട്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ജിമ്മിലൊന്നും പോകാൻ പറ്റാത്ത ആൾക്കാർക്ക് ഒക്കെ, സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ, ജിമ്മിലൊന്നും പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്കൊക്കെ വീട്ടിൽ ചെയ്ത് നിങ്ങൾക്ക് ഇത് കണക്കുള്ള വർക്കൗട്ട് ചെയ്ത് നിങ്ങളുടെ മസിൽസിനെയൊക്കെ സ്ട്രോങ് ആക്കാൻ പറ്റും. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ.